ഇതാണ് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യാൻ പോകുന്ന എൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ. എൻ്റെ കിട്ടിയപ്പോൾ വളരെ മോശം അവസ്ഥയിലായിരുന്നു. റീറേജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ തുരുമ്പും മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി ഫുള്ള് പണിഞ്ഞിറക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. അതിനായി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ടാങ്ക് ക്ലീനിങ് ആണ്. ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ രണ്ട് സൈഡിലെ ബോക്സ് അഴിച്ച് മാറ്റണം. രണ്ട് സൈഡിലെ ബോക്സ് ഇതേപോലെ തന്നെ ഊരി മാറ്റണം. ഊരി മാറ്റിയതിന് ശേഷം തന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് സീറ്റ് ഊരി മാറ്റുന്നതാണ്. സീറ്റ് ഊരാനായിട്ട് അപ്പുറം ഇപ്പുറമുള്ള രണ്ട് സൈഡിലെ സ്ക്രൂകൾ ഒക്കെ ഊരി മാറ്റിയതിന് ശേഷം സീറ്റ് പതിയെ ഊരി എടുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം ടാങ്കിന് മുകളിൽ കിടന്ന ടാങ്ക് കവറുണ്ട്, കവർ അവരായിട്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഊരി മാറ്റിയതിന് ശേഷമാണ് ടാങ്ക് റിമൂവ് ചെയ്യുന്നത്. ടാങ്ക് രണ്ട് സൈഡിലും ക്ലിപ്പും കാര്യങ്ങളെല്ലാം ഊരി വിട്ടതിന് ശേഷമാണ് നമ്മൾ ടാങ്ക് റിമൂവ് ചെയ്യുന്നത്. ടാങ്കും സീറ്റ് കവറും ഊരി മാറ്റിയതിന് ശേഷമുള്ള വണ്ടിയുടെ ലുക്കാണ് ഈ കാണുന്നത്. ടാങ്ക് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് നിലവിൽ ടാങ്കിൽ ഉണ്ടായിരുന്ന പെട്രോൾ അത് നമ്മളൊരു കുപ്പിയിലേക്ക് ഊറ്റി മാറ്റിയാണ് വേണ്ടത്. ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരാളും കൂടെ കൂടിയിട്ടുണ്ട്. പെട്രോളൊക്കെ ഊറ്റി മാറ്റിയതിന് ശേഷം ടാങ്കിനുള്ളിലെ തുരുമ്പാണ് ഈ കാണുന്നത്. നമുക്കിനി ക്ലീനിങ് പ്രോസസ്സിലേക്ക് കിടക്കാം. അതിനെ ആദ്യം ടാങ്കിനുള്ളിൽ വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ട് തേച്ച് കഴുകണം. അതിൻ്റെ പുറത്തെ അഴുക്കും കാര്യങ്ങളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് തേച്ച് കഴുകി ക്ലീൻ ചെയ്യണം ടാങ്ക് ആദ്യം. അതിനുശേഷം നമ്മൾ ടാങ്കിലെ പുറകിലെ ഹോള് ഏതെങ്കിലും പ്ലാസ്റ്റിക് ക്യാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അതേപോലെ ടൈറ്റായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും സാധനം കൊണ്ട് നമ്മളത് അടച്ച് നട്ടിട്ട് മുറുക്കി നല്ല ടൈറ്റായിട്ട് സീൽ ചെയ്യണം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ കുറച്ച് സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. ആ സോഡാപ്പൊടി ഒരു കപ്പിലെ വെള്ളത്തിലേക്കിട്ട് നല്ലോണം ലയിപ്പിച്ചെടുക്കണം. നല്ലോണം കലക്കി അതിൻ്റെ തെളി മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ടാങ്കിൽ മുക്കാലോളം വെള്ളം നിറച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ടാങ്ക് ഫില്ല് ചെയ്യണം. അതിൻ്റെ ടിപ്പ് വരെ നമ്മൾ വെള്ളം ഒഴിച്ച് നിറച്ചിടാണ് വേണ്ടത്. അടുത്തതായിട്ട് ഒരു ഇരുമ്പ് ബോൾട്ട് എടുക്കുക. ഒരു പാതി കണ്ടിച്ച കുപ്പിയിൽ ഇതുപോലെ അടപ്പ് കഴിച്ചിട്ട് ബോൾട്ട് അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ഒരു സൈഡിൽ കണക്ഷൻ കൊടുക്കുക. ആ കണക്ഷൻ കൊണ്ടുവന്ന് ബാറ്ററിയിലെ പോസിറ്റീവിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്തിട്ട് ടാങ്കിൻ്റെ ബോഡിയിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ആ കണക്ട് ചെയ്ത ബോൾട്ട് നമ്മൾ വെള്ളം നിറച്ച ടാങ്കിലേക്ക് ഇറക്കി വെക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മുടെ ഈ ബോൾട്ട് ഒരിക്കലും ടാങ്കിൽ മുട്ടാൻ പാടില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ പാതി കണ്ടിച്ച ബോട്ടിൽ ഇതുപോലെ ബോൾട്ട് ഇറക്കി വെച്ചേക്കുന്നത്. ടാങ്കിലെ തുരുമ്പ് കളയാൻ വേണ്ടി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 12 മണിക്കൂറായിട്ടുണ്ട്. എന്തായെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ടാങ്കിൻ്റെ അവസ്ഥ ഇതാണ്. അത്യാവശ്യം തുരുമ്പൊക്കെ ഇളകി വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ആണിയുടെ അവസ്ഥയൊക്കെ ഇതാണ്. അത്യാവശ്യം അപ്പം റിയാക്ഷൻ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 12 മണിക്കൂറോടെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വന്ന് നമുക്കൊന്നിനെ നോക്കാം. ഇപ്പോൾ 24 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ഇതിൻ്റെ എല്ലാം ആണിയും കാര്യങ്ങളും എല്ലാം റിമൂവ് ചെയ്തിട്ട് കണക്ഷൻ തന്നെ വിട്ടിട്ട് നമുക്ക് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നമ്മുടെ ടാങ്കിൽ തുരുമ്പ് എത്രത്തോളം പോയിട്ടുണ്ട് നമുക്ക് അന്നേരം അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻസ് നമുക്ക് ഊരി മാറ്റണം. അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്നും ബോർഡിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണക്ഷൻ നമുക്ക് അതുപോലെ തന്നെ ഊരി മാറ്റണം. അതിനുശേഷം നമ്മൾ ടാങ്കിലെ വെള്ളം കളയുകയാണ്. അപ്പോൾ ടാങ്കിലെ വെള്ളം കളയുമ്പോൾ കാണാൻ പറ്റും നമുക്ക് ഒരു പച്ച കളറിലെ വെള്ളമാണ് പോകുന്നത്. ക്ലാവ് ഇളകി പോകുന്ന ടൈപ്പ് കളറാണ്. അപ്പം അതിന് ശേഷമാണ് നമ്മൾ ടാങ്കിൻ്റെ പിന്നിലെ ഹോൾ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോൾ നമുക്ക് അത് അടച്ചു വെച്ച് നമുക്ക് ഊരി കളയണം. അതിന് ശേഷമാണ് നമ്മൾ കഴുകാൻ കൊണ്ടുപോകുന്നത്. അത് വൃത്തിയായിട്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ടാങ്കിലെ തുരുമ്പും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ടാങ്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. ഇതാണ് ഫ്യൂവൽ ഗേജ്. നമ്മുടെ പെട്രോൾ ടാങ്കിനുള്ളിൽ എത്രത്തോളം പെട്രോൾ ഉണ്ട് എന്ന് നമ്മളെ കാണിക്കുന്ന ഫ്യൂവൽ ഗേജാണിത്. ഇതിൻ്റെ റീഡിംഗ് അനുസരിച്ചാണ് നമ്മുടെ മീറ്ററിൽ എത്രത്തോളം പെട്രോൾ ഉണ്ട് എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് തന്നെ സെറ്റ് ചെയ്യാം. ഇതാണ് സെറ്റ് ചെയ്തിട്ട് സ്ക്രൂവും കാര്യങ്ങളിലിട്ട് നമുക്ക് നല്ല ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അത് ടൈറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫ്യൂവൽ ടാപ്പ്. ഈ ടാപ്പിൽ കൂടെയാണ് നമ്മുടെ പെട്രോൾ എഞ്ചിനിലേക്ക് ഇറങ്ങി പോകുന്നത്. നമ്മൾ ഇതിലാണ് മെയിൻ ആക്കുന്നതും റിസർവ് ആക്കുന്നതും എല്ലാം ഇതിൽ തന്നെയാണ്. അപ്പോൾ ഫ്യൂൽ ടാപ്പ് ഇതിൻ്റെ ഒരു മെയിൻ ഘടകമാണ് പെട്രോൾ ടാങ്കിൻ്റെ തന്നെ. അപ്പോൾ നമുക്ക് അതും സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ടാങ്ക് തിരിച്ച് സെറ്റ് ചെയ്യാം. രണ്ട് സൈഡിലെ റബ്ബർ ബുഷും കാര്യങ്ങൾ കയറ്റി വെച്ചിട്ട് ടാങ്ക് നമുക്ക് അതേപോലെ തന്നെ വെക്കാം. ടാങ്ക് വെച്ചതിന് ശേഷം നമുക്ക് ആ മീറ്റർ റീഡിങ്ങിൻ്റെ ക്ലിപ്പ് പ്ലഗ് ചെയ്യണം. പ്ലഗ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ നട്ടിട്ട് ടാങ്ക് ടൈറ്റ് ചെയ്യുന്നത്. നട്ടിട്ട് നമുക്ക് നല്ലോണം ടാങ്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. ടാങ്ക് നല്ലോണം ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടാങ്കിലേക്ക് കുറച്ച് പെട്രോൾ ഒഴിച്ച് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആണോ അറിയാൻ വേണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അത് നമുക്കിനി ടാങ്കിൻ്റെ അടപ്പൊക്കെ അടച്ചിട്ട് അതിന് ശേഷം നമ്മൾ സൈഡിൽ 2 ബോക്സും അതുപോലെ തന്നെ സീറ്റും സെറ്റ് ചെയ്യണം. അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് പെയിൻറ്റിങ് വർക്കാണ്.
പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വണ്ടി വൃത്തിയായിട്ട് കഴുകേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്കൊരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇതാണ് നമ്മുടെ എടപ്പോണുള്ള ഭാരത് കാർ വാഷ്. ഇവിടെയാണ് നമ്മൾ വണ്ടി കഴുകാൻ കൊണ്ടുവന്നേക്കുന്നത്. നിലവിലിവിടെ നേരത്തെ സർവീസ് സെൻറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ചേട്ടന്മാർ ഏറ്റെടുത്തിട്ട് പുതിയതായിട്ട് നടത്തുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി നല്ല ക്ലീനായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പെയിൻറ്റിങ് തുടങ്ങാൻ. അങ്ങനെ നമ്മുടെ വണ്ടി നല്ല വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. പെയിൻറ്റിങ് ചെയ്യാനാണെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകി തന്നിട്ടുണ്ടായിരുന്നു. പെയിൻറ്റിങ് ചെയ്യാനായി ആദ്യം നമ്മൾ ബോഡി പാർട്സ് എല്ലാം റിമൂവ് ചെയ്യുകയാണ്. ബോഡി പാർട്സ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അതിനായി നമ്മൾ ആദ്യം ഹെഡ്ലൈറ്റാണ് ഊരി മാറ്റുന്നത്. ഹെഡ്ലൈറ്റ് ഊരി മാറ്റാൻ വേണ്ടി നമ്മൾ ആദ്യം അതിൻ്റെ നമ്പർ പ്ലേറ്റ് റിമൂവ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഹെഡ്ലൈറ്റ് റിമൂവ് ചെയ്തിട്ട് സോക്കറ്റ് കാര്യങ്ങളെല്ലാം ഊരിവിട്ട് ഹെഡ്ലൈറ്റ് റിമൂവ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഫൂട്ട് റെസ്റ്റാണ് റിമൂവ് ചെയ്യുന്നത്. 4 ഫൂട്ട് റെസ്റ്റർ ഇതേപോലെ റിമൂവ് ചെയ്യണം. അതിനുശേഷം ക്രാഷ് ഗാർഡ്, ബാക്ക് ഗ്രാബ് ഹാൻഡിൽ, സാരി ഗാർഡ്, ബാക്ക് നമ്പർ പ്ലേറ്റ്. അതിനുശേഷമാണ് നമ്മൾ ബാക്ക് ഫൈബർ പാർട്ട് റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ബോഡി പാർട്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് മഡ് ഫ്ലാപ്പ് റിമൂവ് ചെയ്യുന്നത്. ഫ്രണ്ട് മഡ് ഫ്ലാപ്പ് റിമൂവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടയർ ഊരി പെയിൻറ്റ് ചെയ്യുന്നത്. ടയർ ഊരി മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടിയിൽ സപ്പോർട്ട് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ടയർ ഊരി മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് കൊണ്ട് വണ്ടി ഫ്രണ്ടിലേക്ക് മറിഞ്ഞു വീഴും. ബോഡി പാർട്സും ടയറും ഫ്ലാപ്പും എല്ലാം നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് തുരുമ്പ് കളയുന്നത്. നമ്മുടെ വണ്ടിയിൽ ഒരുപാട് തുരുമ്പ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി തുരുമ്പ് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനെ ആദ്യം നമ്മൾ ചെയ്യുന്നത് സൈലൻസറിലാണ്. അത്യാവശ്യം നന്നായിട്ട് തുരുമ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ സൈലൻസർ നമുക്ക് നന്നായിട്ട് തുരുമ്പ് ഉരച്ച് കളയണം. അതിനൊരു സാൻഡ് പേപ്പർ യൂസ് ചെയ്താണ് നമ്മൾ ഈ തുരുമ്പ് കളയുന്നത്. അതിനുശേഷം എഞ്ചിൻ സൈഡാണ്. എഞ്ചിൻ സൈഡിലെ ഈ സിലിണ്ടറിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ തുരുമ്പ് അഴുകി കയറിയിരിക്കുന്നത്. നമ്മൾ എത്ര വൃത്തിയാക്കാൻ ശ്രമിച്ചാലും വൃത്തിയാവുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം. അതിനുശേഷം നമുക്ക് സൈലൻസർ റിമൂവ് ചെയ്യാം. കാരണം നന്നായിട്ട് തുരുമ്പുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ വെച്ച് ക്ലീൻ ചെയ്താൽ നമുക്ക് ക്ലീൻ ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ഊരി മാറ്റിയിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സൈലൻസറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിനുശേഷം എൻജിൻ സൈഡും അതേപോലെ തന്നെ സിങ്യാമും നല്ല തുരുമ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കാം. അതിനുശേഷം റിമൂവ് ചെയ്ത ഓരോ പാർട്സും നമുക്ക് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. അതിനായി ആദ്യം നമ്മൾ ഗ്രാബ് ഹാൻഡിലാണ് ക്ലീൻ ചെയ്യുന്നത്. അതിനുശേഷം ടയർ നന്നായിട്ട് ക്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഉരച്ച് നമുക്ക് കളയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നല്ല വൃത്തിയായിട്ട് തുരുമ്പും കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രോസസ്സായ മാസ്കിംഗ് ആണ് നമ്മൾ ഇതിനടുത്ത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന മാസ്കിംഗ് ആണ്. മാസ്കിംഗ് എല്ലാ പാർട്സും നമുക്ക് വൃത്തിയായിട്ട് മാസ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാസ്കിംഗ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ മറ്റ് പാർട്സിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി മാസ്കിംഗ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പ്രേ പെയിൻറ്റിംഗ് ആണ്. അതിനെ നമ്മൾ 2 ഗ്ലോസി ബ്ലാക്ക്, ഒരു മാറ്റ് ബ്ലാക്ക്, അതുപോലെ തന്നെ ഒരു സിൽവറും ഒരു വൈറ്റും, ഇത്രയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഊരി മാറ്റിയ പാർട്സുകളെല്ലാം വൃത്തിയായിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സൈലൻസറാണ്. സൈലൻസർ അത്യാവശ്യം ഫുള്ള് തുരുമ്പ് കാര്യങ്ങളാണ്. അതുപോലെ നല്ലോണം പെയിൻറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ബാക്കിലത്തെ ഗ്രാബ് ഹാൻഡിലാണ്. അത് വൃത്തിയായിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഉണങ്ങാൻ വെക്കുകയാണ്. ആ ടൈം കൊണ്ട് നമുക്ക് ബാക്കി പെയിൻറ്റിങ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് എഞ്ചിനിൽ നിന്ന് തുടങ്ങാം. നമ്മൾ എഞ്ചിൻ പെയിൻറ്റ് ചെയ്യുന്നത് മാറ്റ് ബ്ലാക്കിലാണ്. മാറ്റ് ബ്ലാക്കിൽ ഫുള്ള് വൃത്തിയായിട്ട് പെയിൻറ്റ് എടുക്കുകയാണ്. എഞ്ചിൻ്റെ 2 സൈഡ്, ഫ്രണ്ട് സൈഡ്, അതിൻ്റെ അകത്ത് ബോൾട്ട് കാര്യങ്ങൾ എല്ലാം നമ്മൾ വൃത്തിയായിട്ട് തന്നെ സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ എഞ്ചിൻ പോർഷൻ എല്ലാം പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉണങ്ങാൻ വെക്കുക. അതിനുശേഷം നമ്മൾ ഊരി മാറ്റി ബാക്കി പാർട്സ് കൂടെ പെയിൻറ്റ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് മഡ് ഫ്ലാപ്പാണ്. ഫ്രണ്ട് മഡ് ഫ്ലാപ്പ് അതുപോലെ തന്നെ പെയിൻറ്റ് എടുക്കണം. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് ടയറാണ്. ഫ്രണ്ട് ടയറും അതുപോലെ തന്നെ വൃത്തിയായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഷോക്ക് അബ്സറും പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഷോക്ക് അബ്സർ പെയിൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രണ്ട് ടയർ സെറ്റ് ചെയ്തിട്ട് ബാക്ക് ടയർ ഊരി ഇതേപോലെ പെയിൻറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷന് അതുപോലെ തന്നെ എഞ്ചിൻ സൈഡ് കാര്യങ്ങളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് ഫ്ലാപ്പ് ഫിറ്റ് ചെയ്യണം. ഫ്ലാപ്പ് ഫിറ്റ് ചെയ്തിട്ട് ടയറും സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിലെ ടയർ ഊരിയെടുക്കാൻ. ഇനി നമുക്ക് ബാക്കിലെ ടയർ ഊരിയെടുക്കാം. ബാക്കിലെ ടയർ ഊരിയെടുത്തതിന് ശേഷം വേണം നമുക്ക് സിങ്യാമ് പെയിൻറ്റ് ചെയ്യാൻ. അതിനുശേഷം വേണം ബാക്കിലെ ടയർ നന്നായിട്ട് റബ്ബ് ചെയ്ത് അതുപോലെ തന്നെ അത് വൃത്തിയായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇതായിരുന്നു ബാക്കിലെ മഡ് ഫ്ലാപ്പിൻ്റെ അവസ്ഥ. പട്ടി കടിച്ച് ഇതുപോലെ കിഴിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് റബ്ബ് ചെയ്ത് അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മഡ് ഫ്ലാപ്പൂടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെയിൻറ്റിംഗ് വർക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പാർട്സും ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ പേപ്പർ കാര്യങ്ങൾ മാസ്ക് ചെയ്തേക്കുന്ന ടേപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. അങ്ങനെ പേപ്പറും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് തന്നെ ബാക്ക് ടയർ സെറ്റ് ചെയ്യാൻ.
ബാക്ക് ടയർ അതുപോലെ നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ബാക്ക് ടയർ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇന്ന് ഇവിടുന്ന് വണ്ടി ഇറക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ബാക്കിലത്തെ വീല് സെറ്റ് ചെയ്യുകയാണ്. സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് അഴിച്ചിട്ട് ഡ്രം ക്ലീൻ ചെയ്തിട്ടാണ് തിരിച്ച് വീല് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ള കുറച്ച് ഫിറ്റിങ്സ് ആണ്. അതിന് മുന്നേ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ഇറക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ വണ്ടിക്ക് വേണ്ടി ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലാതെ പണിയാൻ വേണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങിയ സാധനങ്ങളാണ് ഇതെല്ലാം. അറൗണ്ട് ഒരു 6000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ സാധനങ്ങൾ ഇപ്പോൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മുടെ ചെയിൻ ബോക്സ് ആണ്. ബോക്സ് തുരുമിച്ച് പോയത് നമ്മൾ പുതിയത് മാറണം. അതുപോലെ ഇത് നമ്മുടെ ഹെഡാണ്, ഹെഡ്ലൈറ്റിൻ്റെ ഹെഡും പിന്നെ അതുപോലെ തന്നെ വൈസറും കൂടാണ് ഇത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സാരി ഗാർഡാണ്. സാരി ഗാർഡും ഒടിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ പുതിയ വാങ്ങി. അതുപോലെ തന്നെ ഇത് 4 ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഇത് 4 ഫുഡ് റെസ്റ്റർ. ഇത്രയാണ് നമ്മൾ ഇനി മാറാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ടെയിൽ ലാമ്പ് സെറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് 4 ഇൻഡിക്കേറ്റർ വയറും കണക്ഷൻ കാര്യമെല്ലാം കൊടുത്തിട്ട് 4 ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഫൈബർ പാർട്ട് സെറ്റ് ചെയ്യണം. ബാക്കിലെ ഫൈബർ പാർട്ട് നമ്മൾ ഒരു പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫൈബർ പാർട്ട് തിരിച്ചതുപോലെ തന്നെ സെറ്റ് ചെയ്യണം. അതിനുശേഷമായിരിക്കും നമ്മൾ സൈലൻസർ സെറ്റ് ചെയ്യുന്നത്. സൈലൻസർ അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ആ ഹോളിൽ കറക്റ്റായിട്ട് വീഴണം. ഇല്ലെന്നുണ്ടെങ്കിൽ എയർ ലീക്ക് ചെയ്യും. എയർ ലീക്ക് ചെയ്യാതെ പ്രോപ്പറായിട്ട് നമ്മളത് സൈലൻസർ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് റെസ്റ്റ് ആണ് ഫിറ്റ് ചെയ്യുന്നത്. ഫുഡ് റെസ്റ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ലെഫ്റ്റ് റൈറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ സാരി ഗാർഡ്, എന്നിട്ട് ലാസ്റ്റ് ചെയിൻ ബോക്സ് ആണ്. ചെയിൻ ബോക്സിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫിറ്റിങ്സ് എല്ലാം കഴിയുകയാണ്. ചെയിൻ ബോക്സ് ആയി നമ്മൾ അതിൻ്റെ താഴത്തെ പോർഷൻ ഫിറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ചെയിൻ വൃത്തിയുടെ ലൂബ് ചെയ്യണം. കാരണം ചെയിനെ ഒത്തിരി ഡ്രൈ ആയിട്ടൊക്കെയാണ് നമ്മൾ നാളെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ലൂബ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഇവിടെ ലൂബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഗിയർ ഓയിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ ചെയിൻ ലൂബിനേക്കാൾ ഏറ്റവും ബെറ്ററാണ് ഗിയർ ഓയിൽ തന്നെ. സോ നമ്മളന്ന് വൃത്തിയായിട്ട് ലൂബ് ചെയ്യണം. ഒരു 500 കിലോമീറ്റർ ഇരിക്കുക ലൂബ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ചെയിൻ ഡ്രൈ ആവുന്നതനുസരിച്ച് ലൂബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെയിൻ്റെ ലൈഫൊക്കെ നന്നായിട്ട് നിൽക്കും. അതിനുശേഷം നമുക്ക് ചെയിൻ ബോക്സിൻ്റെ അപ്പർ പോർഷൻ ഫിറ്റ് ചെയ്യാം. അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരുന്നത് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ പ്രോസസ്സൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ടി വെളിയിറക്കാൻ പറ്റൂ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി വളരെ മോശം അവസ്ഥയിലായിരുന്നു എൻ്റെ കിട്ടിയപ്പോൾ. നമ്മളത് പണിഞ്ഞ് വൃത്തിയാക്കി പെയിന്റ് അടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഫൈനൽ വീഡിയോ കണ്ടു നോക്കാം.